കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ തൈ വെച്ചായിരുന്നു. ആ പാഷൻ ഫ്രൂട്ടിന്റെ തൈ കിട്ടിയത് തോട്ടില് നമ്മൾ വീടിന്റെ സൈഡിൽ കൂടെ പോട്ടൊരു തോടുണ്ട്, ചെറിയ തോട്, നടപ്പാതെ മാത്രം. അത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൽ നിന്ന് അപ്പുറത്ത് ഇതിന് പാലായിട്ട് അപ്പുറത്തെ റോഡുണ്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്ത ചെറിയൊരു തോടുണ്ട്. അപ്പൊ ഈ തോട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പേ, ഏകദേശം ഒരു വർഷമായി കാണും, എൻ്റെ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു ഇത്ര ഉള്ളപ്പം ഈ ചെടി ഈ കാട് കണ്ടോ, ഈ കാടിന്റെ വലിപ്പം ഉള്ളപ്പം ഇവിടെ ഈ ഭാഗത്ത് നിന്നൊരു പാഷൻ ഫ്രൂട്ടിന്റെ തൈ കിട്ടിയായിരുന്നു. അത് നമ്മൾ നട്ടു. അത് കാണിക്കാം. അതിപ്പം പൂത്ത് നിൽക്കും, കാണിക്കാം. ഈ തോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ സൈഡിലെ കൂടെ തോടാ. ഇതുണ്ട്, നമ്മൾ പന്തലാക്കിയിട്ട് ഒന്ന് നല്ലപോലെ പന്തലിച്ചിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ വിചാരിച്ചു ഇത് കായ്ക്കത്തൊന്നുമില്ലെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഏതാണ്ട് ഒരു കൊല്ലത്തോളം ആയി ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കായ്ക്കത്തില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇത് പൂത്ത് തുടങ്ങി. ഒന്നിട്ട് കായും വീണ്. കണ്ടോ, ഇതിനകത്തേക്ക് എല്ലാം മൊട്ട് വന്ന് പൊട്ടുന്നുണ്ടോ. ഇതൊക്കെ ഇതിന് മൊട്ടുകളാ, കുറേ മൊട്ടുണ്ട്. കുറെ അങ്ങ് ഇങ്ങൊക്കെ പൂത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം. കുറച്ച് കായമായിട്ടുണ്ട്. പൂത്തു കുറെ അധികം ഇതുണ്ട്, മൊട്ടുണ്ട്. അത് പൂത്തിട്ടുണ്ട്. കാണിക്കാം. തന്നെ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതാണേ. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങിങ്ങൊക്കെ നിപ്പുണ്ട്, ചെറുതും വലുതും ഒക്കെ നിപ്പുണ്ട്. ജസ്റ്റ് വീണ് വിളഞ്ഞിട്ടില്ല അത്. അപ്പൊ ഇതിന് പന്തലിച്ച്, യഥാർത്ഥത്തിൽ ഈ പന്തലിട്ടത് ഈ പാഷൻ ഫ്രൂട്ടിന് വേണ്ടി ആയിരുന്നില്ല. പാഷൻ ഫ്രൂട്ട് ഞാൻ ചുമ്മാ അവിടോട്ട് കൊണ്ടുവച്ച് അതിന്റെ മൂട് കാണിക്കാം. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ നമ്മള് കുറെ കവറുകൾ ഇരിക്കുന്നുണ്ടോ, ഗ്രോ ബാഗ്. ഈ ഗ്രോ ബാഗില് ഞാൻ കുറെ പയറും പാവലും ഒക്കെ നട്ടായിരുന്നു. ആ പയറും പാവലിനും വേണ്ടി അതിന് വേണ്ടി ഇട്ടത്. കുറച്ച് പയറൊക്കെ ഉണ്ടായി, കുറച്ച് പാവയ്ക്കായും ഉണ്ടായിരുന്നല്ല. പക്ഷെ അതങ്ങ് നട്ടുപോയി. ഇപ്പൊ ഈ പന്തല് പ്രയോജനം വന്നേ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന് വേണ്ടിയാണ്. ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും, ഇതിന്റെ ഇല ഇത് ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഇല എടുത്ത് വെള്ളം കാച്ചി കുടിച്ചാൽ ഷുഗർ കുറയുമെന്നോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പൂക്കായിരുന്ന നമ്മൾ ഒരിക്കലും പൂക്കത്തില്ലെന്ന് വിചാരിച്ച് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പൂത്തു, മൊട്ട് വന്നു, പൂത്തു, കായും വീണിട്ടുണ്ട്. എന്തായാലും സന്തോഷം തരുന്ന ഒരു നല്ലൊരു വാർത്തയാണ്. ഞാൻ മുമ്പേ കാണിച്ചായിരുന്നല്ലോ പാഷൻ ഫ്രൂട്ട് ചെറിയ തയ്യായിരുന്നപ്പോഴത്തെ ഒരവസ്ഥ. പക്ഷെ അത് ഇപ്പൊ കണ്ടോ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെറുക്കനല്ല, പെണ്ണ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെറുക്കന്റെ പാഷൻ ഫ്രൂട്ട് പെണ്ണിന്റെ ചൂടായി കാണുന്നു. ഞാനിങ്ങനെ വളർന്ന് പന്തലിച്ച് കായും പൂവൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും സന്തോഷമുണ്ട് എല്ലാവർക്കും. ഇത്രയും ആയതെന്ന് ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനും കായൊക്കെ ആയിട്ട് പഴുത്ത് കഴിയുമ്പോൾ, കായായിട്ടുണ്ട്, അത് വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പം അതിൻ്റെ പൾപ്പെടുത്ത് നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുന്നത് കാണിക്കാം. ഓക്കെ, അപ്പം സൈൻ ഓഫ് ചെയ്യുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.